നമ്മളൊരു നീണ്ട യാത്രയാണ് പോണത്. അത് ലോങ്ങാണ്. എത്ര ദിവസം പ്ലാൻഡല്ല, പോവും 5-6 ദിവസം കൊണ്ട് അവിടെ എത്തണമെന്നാണ് പ്ലാൻ. വഴിയെ പറഞ്ഞുതരാം എവിടേക്കാണ് പോണേന്നുള്ളത്. ഇപ്പോൾ സമയം 10:38. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. ഫുഡ് കഴിച്ചിട്ട് വേണം പോവാനായിട്ട്. നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, മണ്ടത്തരം ചെയ്തു. എൻ്റെ വിൻ്റർ ജാക്കറ്റ് എടുത്തില്ലേ? സംഭവം തിരിച്ചു പോയി എടുക്കാനുള്ള സമയമേ ഉള്ളൂ. എന്ത് ചെയ്യണ്ട്? എടുത്തിട്ട് വരാം. വേറെ ജാക്കറ്റൊന്നും എൻ്റെ ഇല്ല. റൈഡിങ് ജാക്കറ്റൊന്നും ഇല്ല. ആകെ റൈഡിങ് ഗ്ലൗ മാത്രമല്ലോ. വിൻ്റർ ജാക്കറ്റും കൂടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പെണ്ണി പാളും. ഇൻഡിക്കേറ്റർ ഇട്ടൊന്നുമില്ല. അങ്ങോട്ട് പോവാനെ വേസ്ന്നിട്ട് ഫുഡ് ജാക്കറ്റ് എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് പറഞ്ഞാൽ. ആദ്യം മസാല ദോശയും കാപ്പിയും കുടിക്കാം. തുറന്നിട്ടില്ലോ. സൺഡേ എന്നോട് കേൾക്കാൻ തോന്നുന്നുണ്ട്. പ്രതീക്ഷ ആൾക്കാർ പോവാ കയറിഞ്ഞ ടൈമിലേറ്റോ അടുത്ത സ്ഥലം പിടിക്കാം. വഴിയിൽ മധുരൈ വെജിറ്റേറിയൻ ഉണ്ട്, അവിടേക്ക് പോവാം. മണ്ണുത്തെത്തി. നമ്മൾ ഫുഡ് അടിച്ചില്ലേ? അവിടെ ഫുഡ് അടിക്കാൻ വെച്ചപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പം പിന്നെ ഒക്കെ പോണ വയ്ക്കാറാണെങ്കിൽ എവിടെന്നെങ്കിലും കഴിക്കാം തീരുമാനിച്ചു. നല്ല കാറ്റുണ്ട്, ജാതി കാറ്റ്. ഇതെന്നിട്ട് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, എൻ്റെ ഹെൽമെറ്റിന് അതിലുള്ള മൈക്ക് താടി മാട്ടിയിട്ട് പിരി 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 എന്നുള്ള സൗണ്ട് വരിക. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇത് എവിടെ വെച്ച് കഴിഞ്ഞാലും ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കണമെങ്കിൽ എന്തിട്ട് അവസ്ഥ എന്ന് പോലും എനിക്കറിയില്ല. നോക്കി നോക്കാം, അടുത്ത് കുറച്ച് കഴിഞ്ഞ് നോക്കും പറയാം എന്നിട്ട് അവസ്ഥ എന്നുള്ളത്. അപ്പം നമ്മൾ മണ്ണുത്തി കടന്നു. മുല്ലക്കര ഇവിടുന്ന് അടുത്ത വെജിറ്റേറിയൻ ഹോട്ടലാണ്. എവിടെയും കണ്ടു കഴിഞ്ഞാൽ നിർത്താം, ഫുഡ് അടിച്ച് അടുത്ത പ്രയാണം. മറ്റോടത്ത് രണ്ടിടത്ത് ഭയങ്കര തിരക്കായിരുന്നു. അത് കാരണം ഫുഡ് അടിക്കാൻ അത് നിന്ന് കഴിഞ്ഞാൽ വെറുതെ സമയം പോകുള്ളൂ. ഇപ്പൊ തന്നെ സമയം 11:28. അപ്പൊ പോണ കഴിക്കുക വല്ലയിടത്തും കഴിക്കാം. നല്ല ശക്തമായ കാറ്റെന്ന് പറഞ്ഞ പോലെ കാറ്റിനോട് ഭയങ്കര ശല്യം. നമ്മുടെ ഓപ്പോസിറ്റ് കാറ്റടിച്ചു കൊടുക്കണു, ഭയങ്കര കാറ്റ്. വണ്ടിയുടെ പുറത്ത് പറന്നു പോണാവോ? ഫുഡ് അടിച്ചു. ആര്യാസ്ന്ന് മസാല ദോശയും കാപ്പി. ലൊക്കേഷൻ ഉണ്ട്, ലൊക്കേഷൻ നോക്കി പോവാം, അല്ലെങ്കിൽ വഴി തെറ്റും. സേലം വഴിക്ക് പോകുന്നത് 9 മണിക്കൂറുണ്ട്. സമയം 12 മണി. ഫസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ എത്താനായിട്ട്.
ഡെസ്റ്റിനേഷൻ അതിലേക്ക് എത്താനായിട്ട് 9 മണിക്കൂർ ട്രാവൽ ചെയ്യണം. നിറച്ച് റോഡ് പണി നടന്നുകൊണ്ട് റോഡ് മെയിൻ്റെനൻസ് ഇടാ. നല്ല കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ജാതി കാറ്റ്, രക്ഷയില്ലാതെ വെയില്. ഒരു കുപ്പി വെള്ളം ഇരുന്ന് കുടിച്ചു ഞാൻ ഇരുന്നിരുപ്പില്, തളർന്നു പോയി. കോയമ്പത്തൂരൊക്കെ കടന്നു. കോയമ്പത്തൂർ ഒരുപാട് വന്നു. 17 കിലോമീറ്റർ കഴിഞ്ഞൊരു ലെഫ്റ്റ് കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് ആണോ ടേണിങ് ആണോ? ജനയിലേ ബാംഗ്ലൂർ ഹൈവേ ആയ കാരണേ ഭയങ്കര തിരക്കുള്ള ഹൈവേയില്. പക്ഷെ അതിനുള്ള കാട്ടാക്കളൊന്ന സൈഡിൽ കാണാതെ ഇവിടെ ഗ്യാസ് ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഞാൻ കണ്ടു നേരിട്ട് കട പോലുണ്ടതിൽ വെള്ളം കുടിക്കാനുണ്ട്. അല്ല ഷെയ്ക്ക ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ വെച്ചിട്ട് വണ്ടി കയറാച്ച് നോക്കിയപ്പോൾ നിർത്തിയ കടയിൽ മറ്റേ കുപ്പികളിലുള്ള മറ്റേ സ്പ്രൈറ്റ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമല്ലോ ഒന്ന്. ഞാൻ പറഞ്ഞു അന്നൊരു കുപ്പി തണുത്ത വെള്ളം മതി എന്ന് പറഞ്ഞു. ആ ഒരു കുപ്പി വെള്ളം ഇരുന്ന് മൊത്തം ഇരുന്ന് കുടിച്ചു. ബെസ്കില്ല എന്താണോ ഫുഡ് കൊണ്ട് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചാറുണ്ട്. 4 മണി 4:30 ആകുമ്പോൾ ചിലപ്പോൾ വെസ്ക്കാൻ തുടങ്ങും. അപ്പം എന്തെങ്കിലും കഴിക്കാൻ കാനായിട്ട് 9:45 ആകുമ്പോൾ അവിടെ എത്തുന്ന പറഞ്ഞു. 9:30 ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. 3/4 മണിക്കൂർ നമ്മൾ ഇവിടെ ഇരുന്നു റെസ്റ്റ് ചെയ്തിട്ട്. ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചെത്തിക്കണ്ട വെച്ചിട്ട് റെസ്റ്റ് ചെയ്ത് പോവാ. ഹെൽമെറ്റില്ല ത്രിബിള് ഇവിടെ ഒരു വിഷയമല്ല. ചേച്ചി തന്നെ ഓപ്പൺ റോഡാ. ഓടിച്ചിട്ട് മതിയാവില്ലേ? അങ്ങനെ പോയോണ്ട് ബോറടിക്കുക കുറേ നേരം കഴിയുമ്പോ. ഈ വേനൽക്കാലായ കാരണേ പച്ചപ്പൊന്നുമില്ല, ഒക്കെ കരിഞ്ഞു. പക്ഷെ ചില കൃഷി സ്ഥലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവര് നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടാ. അത് വെള്ളം ഒഴിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. നല്ല നനവുള്ള ഭൂമി ചില സ്ഥലത്ത് കാണാണ്ട്. ഒരുത്തം കുറച്ച് നേരം നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച അവൻ്റെ കൂടെ ഫാമിലിയായിട്ട് ഞാൻ കണ്ടത്. അപ്പം അവൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചത്. കുട്ടിയാവും വണ്ടിയിൽ ഉണ്ടാവുമെന്ന്. കാണിച്ചില്ല ആളുടെ വിറ്റ് വരണ്ട് അല്ല ഹെൽമെറ്റ് വേണ്ട, 2 കൊമ്പ്. ഞാൻ ആദ്യം വിചാരിച്ചത് അവൻ്റെ കുട്ടിയെ ഇരിക്കണേന്ന് ഫ്രണ്ടിൽ കൊമ്പ് വെച്ചിട്ട്. ഒരു ലേഡി ഇരിക്കണ ബാഗിൽ ആണോ അവനെ കൊമ്പ് വെച്ചിട്ടുള്ളത്. നമ്മളീ പൂരപ്പറമ്പ് മറ്റേ സാധനം മേടിക്കില്ലേ 100 രൂപ 150 രൂപ കണ്ട്. ഞാൻ ആ സാധനം തന്നെയാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചാൽ അവൻ്റെ കുട്ടിയെ വെച്ചിട്ടുള്ളതെന്നാ. ഞാൻ മിററിൽ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ കുട്ടി ഇരിക്കേണ്ട അതവൻ വെച്ചിട്ടുണ്ടാവും. കുട്ടിയല്ല അവനാ വെച്ചിട്ടുള്ള ഹെൽമെറ്റിൻ്റെ മുകളിൽ. രസമായിട്ട് ഇതിപ്പോൾ കറങ്ങി കോയമ്പത്തൂരിൻ്റെ അപ്പുറത്ത് തന്നെയാണല്ലോ കറങ്ങണത്. സത്യമംഗലം എന്ന് പറയുന്നത് മറ്റേ ഇവിടെ മേട്ടുപാളയം ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. പച്ചക്കറി കട വെയിറ്റ് വളർത്തി നിന്നിട്ട് പോകണമെങ്കിൽ പെട്ടുപോയി. ലെഫ്റ്റ് കാണിക്കറാ. സ്ട്രൈറ്റ് ആണോ? സ്ട്രൈറ്റ് പോയി നോക്കാം. അത് മൂഞ്ചെന്ന് തോന്നുന്നുണ്ട്. അറിയാൻ കറക്റ്റ് വഴിയാ. ഈ വഴിക്ക് മാപ്പ് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലേ. ഷോർട്ട് കട്ടായിരിക്കും. ഓ അത് ആന്ധ്ര വഴിക്ക് പോകണതാട്ടോ ആ റോഡ് തോന്നുന്നുണ്ട്. അല്ലല്ലോ, തമിഴ്നാട് തന്നെ കളന്നിട്ടില്ലേ.
റൂട്ട് ധർമ്മപുരി, മേട്ടൂര്, കുമരപ്പാളയം. ആ നല്ല കേട്ടുപരിചയം കണ്ടുപരിചയമുള്ള സ്ഥലം പോലെ തോന്നുന്നത് ധർമ്മപുരി. എൻ്റെ അമ്മോ, തമിഴ്നാട്ടിൽ ഒട്ടുമിക്ക അമ്പലങ്ങളും കുന്നിൻ്റെ മുകളിലാണ്. ഇതാരാണ് അതിൻ്റെ മുകളിൽ വന്നിട്ട് അമ്പലം പണിയണ ആൾക്കാർ? ഒക്കെ ഒരുവിധ അമ്പലങ്ങളൊക്കെ കുന്നിന് താഴത്തുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ചില അമ്പലങ്ങൾ കൂടുതലും തമിഴ്നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ കുന്നിൻ്റെ മുകളിലായിരിക്കും. ഇത് കാണുന്നൊരു അമ്പലം. ഏത് കൂടെ ഇവർ വരുന്നേ? ഇവര് എൻ്റെ അമ്മോ കണ്ടാ, കുന്നിൻ്റെ മുകളിൽ കണ്ട ഒറ്റ കുന്ന്, ആ കുന്നിൻ്റെ മുകളിൽ അമ്പലം. ഏതാ മൂട്? ജുമാജി പാണ്ട് എന്നാണ് വലിയ ലോഡ് വെച്ചിട്ട് ഓടിക്കണത്. ഇതൊരു അമ്പലം. തമിഴ്നാട്ടിൽ ചൂട് കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ സാധനമാണ് കമ്പം കൂൾ എന്നുണ്ട്. കമ്പം കൂൾ എന്തുകൊണ്ട് ഉണ്ടാക്കണോ അത് തോന്നുന്നത് ചെറിയൊരു ചോളം പോലെ സാധനമുണ്ട്. അതുകൊണ്ടാകുന്നുണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ സീസൺ കഴിഞ്ഞില്ലേ, അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് പറ്റിയെങ്കിൽ കുടിച്ചു നോക്കാം. കമ്പം കൂൾ നല്ല സാധനം. ഞാൻ കഴിച്ചിട്ടുണ്ട്, മുന്നേ കഴിച്ചിട്ടുണ്ട് ഞാൻ. ഓ, തമിഴ്നാടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നോക്കിയേ ഫീല. നല്ല തണലും നോക്കിയ വേറെ വൈബ്. വണ്ടി എത്ര ഓടിച്ചാലും മതിയാവില്ലേ? നമ്മൾ ഇത്ര നേരം വണ്ടി ഹൈവേ കൂടെ ഓടിച്ചിട്ട് മടുപ്പ് തോന്നുള്ള കേസ് വെച്ച് എനിക്ക് ഒരു തണലില്ലേ വണ്ടി നിർത്താനായിട്ട്. ഇവിടെ നോക്കിയ തണലേ ഉള്ളോ വരണക്ക്. ഇതും കൂടെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് വരണ. ഇവിടെ നിറച്ചും കരിമ്പും കൃഷി കൂടുതൽ. ഞാൻ കാണിച്ചാലോട്ടാ, ഇവിടെ ഉണ്ടോ നോട്ടാ. ഈ കരിമ്പ് ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ ചണ്ടിയില് അത് ഉണക്കണ ഒരു ഇത് ഞാൻ അവിടെ തൊട്ടപ്പുറത്ത് കണ്ടു. പക്ഷെ എനിക്ക് അതുപോലെ കരിമ്പ് എൻ്റെ നീ മറ്റേ ശർക്കര ഉരുക്കണ പോലത്തെ ഒരു സ്മെല്ല് വന്നു തോന്നുന്നത്. ഇവിടെ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ കൂടുതലാന്ന് തോന്നുന്നുണ്ട്. പറഞ്ഞതിന് ശേഷം ഒരു കരിമ്പ് ചെടി ഒരു കാണാനില്ല. ഞാൻ ചിലപ്പോൾ കാണാ കാണാ ഇതൊക്കെ കരിമ്പ് വീടിന് താഴെ കാണുന്നത്. ഒറ്റത്തിണ്ടില്ല, കുറണ്ടില്ല, ചെറു കാണാനില്ല. ഇതൊക്കെ വീടുകളാട്ടോ അവിടുത്തെ. ഇതൊക്കെ വീടാ. ഞാൻ ആദ്യം വിചാരിച്ചത് തൊഴുത്താന്ന് വിചാരിച്ചത്. തൊഴുത്തല്ല മോനെ, ഒക്കെ ഇവിടുത്തെ വീടുകളാ. അടുത്ത സ്ഥലത്ത് കാണാം. ഇത് കരിമ്പിൻ്റെ മറ്റേ സാധനം കൊണ്ടുവരാൻ തോന്നുന്നുണ്ട്. കണ്ട 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 ആ ചാണ വണ്ടിയിൽ നിറച്ചും കരിമ്പിൻ്റെ മറ്റേ ഇത് ഇല. കരിമ്പ് വ്യവസായം. അറ്റത്ത് കാണുന്ന സാധനം മൊത്തം കരിമ്പ്. കാണാൻ പറ്റും. നേരത്തെ റെസ്റ്റ് എടുക്കാൻ വണ്ടി നിർത്താൻ ചോദിച്ചപ്പോൾ അവിടെ ഒരു അപ്പാവൻ വിളിക്കിരിക്കുന്നു. വണ്ടി സ്ലോ ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പാവൻ എന്നെയും കണ്ടു. കണ്ട അറ്റത്ത് ആ വീടിൻ്റെ പുറകിലൊക്കെ കാണുന്നത്, അതിൻ്റെ അപ്പുറത്ത് ബാക്കിലൊക്കെ കാണാൻ അറ്റത്ത് കാണുന്നൊക്കെ കാര്യം. ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല. അതെ നിൽക്കുന്നു ഫ്രണ്ടിൽ എന്നിട്ട് മണ്ടനെ കണ്ട. ഇത് മൊത്തം കരിമ്പ് ഇത് കാണുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷിയാന്ന് തോന്നുന്നുണ്ട് ഈ ഏരിയയിൽ. അറ്റത്തുള്ള കാണിച്ചു തരുന്നു. വലത്തോട്ട് തിരിഞ്ഞു തന്നെ ഇവിടെ കാണാമായിരുന്നു. നല്ല മോങ്ങൻ, ഫുള്ള് കരിമ്പ്. പറയാത്ത കേസ് വെച്ചാൽ അവിടെ കരിമ്പ് ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ ചണ്ടി ഉണ്ടാവില്ലേ, ആ സാധനം അവിടെ ഇട്ടിട്ട് മറക്കിൻ്റെ അവർ ഇട്ടിട്ട് ഉണക്കണം അവർ. അത് എന്തിനും ഉണക്കണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലേ. അടുത്ത സ്ഥലത്ത് കണ്ടു എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എന്താ കാര്യം എന്നുള്ളത് ഞാൻ ചോദിച്ചറിയാം.
പിന്നെ ശർക്കര ഉരുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ, അതേപോലത്തെ ഒരു സ്മെല്ല് കിട്ടി. അതേപോലെ ഇവിടെ വരണ വഴി കുറേ ഇങ്ങനെ പാവകളുടെ ഷോപ്പ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർ ഇതുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ അടുപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു 6 എണ്ണത്തിന് മുകളിൽ 6-7 എണ്ണത്തിന് മുകളിൽ ഞാൻ കണ്ടു. സംഭവം എന്ന് അറിയില്ല. ബോഡി നല്ലപോലെ വേർക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാം. വിശപ്പിൻ്റെ ലക്ഷണമാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ല. കമ്പംകൂളാന്ന് തോന്നിട്ടില്ല. കമ്പംകൂളാണെങ്കിൽ നീ അത് കുടിച്ചിട്ടാണ് കാര്യം. കമ്പംകൂളാക്കാ, കമ്പംകൂളാ. ശരി, അതാണ് കമ്പംകൂള്. കാണിച്ചു തരാട്ടെ. അയ്യോ, ഇതിൽ തൈര് വെച്ചിട്ട് സവോള അരിഞ്ഞിട്ടിട്ട് കൊത്തമരി എന്നിട്ടത് മാങ്ങ ഉപ്പുമുളക് ഇട്ടത്, പച്ചമുളക്, ഒരു കൊണ്ടാട്ടം മുളക് ഇടുക. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഞാൻ വെള്ളം കൂടി ഞാൻ ഇരുന്ന് വാങ്ങിച്ചു. വെള്ളം ചെല്ലുമ്പോൾ മനസ്സില്ല, ഞാൻ മാത്രം അഞ്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആകെ ഭയങ്കര ക്രൗഡായി. അവിടെ കയറി ഒരെണ്ണം മേടിച്ചിട്ട് 4 പേരുണ്ടായിരുന്നു. ഒരെണ്ണം മേടിച്ചിട്ട് ഈ തൈനില്ലേ എന്തോരം ക്രൗഡ് നോക്കി. 2 അമ്മാവന്മാരാണ് സെയിൽ ചെയ്യണത്. അതായത് വലിയ ഇതുണ്ട്. അതാണ് ചേഞ്ച് തന്നത് 500 രൂപയ്ക്ക്. ഇവിടുത്തെ കൂട്ടുകാരികളാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കമ്പംകൂള് പടവാന 2 ഗ്ലാസ് അടിച്ചു. ഏതാ മൂട്. സംഭവം ടേസ്റ്റുള്ള സാധനം. വയറ് നിറഞ്ഞു. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴങ്കഞ്ഞി അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ്. പഴങ്കഞ്ഞിയുടെ മോര് വെച്ചിട്ടുണ്ടാക്കണ കാരണമെന്ന് പറഞ്ഞാൽ ഈ പഴങ്കഞ്ഞിയുടെ ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സംഭവം നല്ല ടേസ്റ്റാണ്. ഈ ചൂട് കാലത്തൊക്കെ പൊള്ളിയ എനർജി ഉണ്ടാവും. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ മാത്രം എന്നുള്ള അമ്മമാരവിടെ വർത്താനം പറഞ്ഞിരിക്കായിരുന്നു, മൂക്കാനും മുറുക്കിയിട്ട് ഭയങ്കര തിരക്കായി. ആൾക്കാരെ കേരള വണ്ടി എന്നിട്ട് നോക്കി വായം തുറന്ന് നോക്കിയിരിക്കുന്നുണ്ട്. കേരളത്തിലെ വണ്ടി പിള്ളേരെ കുറിച്ച് അറിയാട്ടാ. നമ്മളിപ്പോൾ പോണ റോഡില്ലേ,
അതിൻ്റെ വലത്തെ സൈഡ് കൂടിയാണ് കാവേരി നദി പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, മാപ്പിൽ എഴുതിയാണെങ്കിൽ കാവേരി റിവർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് കൂടെ കാവേരി നദി പോകുന്നുണ്ട്. അപ്പോൾ സത്യമംഗലം ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണോ? അയ്യോ, സത്യമംഗലം ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന കേട്ടോ. പെട്രോൾ അടിച്ചിട്ട് പോവാം, അതിൻ്റെ വഴിയിലേക്കും. ഓക്കെ, ഫുൾ ടാങ്ക്. സത്യമംഗലം കാടുങ്ങളത് ഇല്ലേ? പാലമല. ആ, ഇത് പെട്രോൾ പോടலாம் തണ്ണി. ആ, അതും. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. എന്തൊക്കെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതൊരു കാടാന്ന് പറഞ്ഞ ആള് പാറമലേ പള്ളമലേ പറയാം. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് കാവേരി നദി പറഞ്ഞത്. അതെ, കാവേരി നദി കാണണ തൊട്ടടുത്ത് കാവേരി നദിയെ നോക്കി നോക്കാം ഗൂഗിളിൽ എത്ര അടുത്തത് കൊണ്ടുവന്നു കാവേരി നദി. കാവേരി നദി എന്ത് ഒന്നല്ലോ വാൻ. നോക്കിയേ, അത് കാവേരി നദിയാണ്. അതിൻ്റെ സൈഡിൽ നിറച്ച് നെൽകൃഷിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റും റോഡിൻ്റെ ഇപ്പുറ സൈഡും നദിയുടെ ഇപ്പുറ സൈഡും ഉള്ളു നെൽകൃഷിയാണ്. ഉള്ളു നെല്ല്. ഈ കാണുന്നതൊക്കെ നെല്ലിൻ്റെ നെൽപ്പാടങ്ങളത് ഈ കാണുന്നത്. ഇത് അവിടെ എല്ലായിടത്തും നെൽകൃഷി. വെള്ളത്തിന് ഈ ഭാഗത്തൊന്നും ക്ഷാമം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണത്. കാരണം തൊട്ടടുത്ത് ഇത്ര വലിയൊരു പുഴയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏരിയക്കാർക്കൊന്നും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. കണ്ടാ, ഇതൊക്കെ നെൽപ്പാടാ. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന നെൽപ്പാടാ. അതിൻ്റെ അപ്പുറത്ത് കാവേരി നദി. ഒരു 100 മീറ്റർ ഉണ്ടാവുള്ളൂ ഇവിടുന്ന് നദിയിലേക്ക്. മാരി നദി ഉണ്ടാകാം. കറക്റ്റ് വഴിയാണല്ലോ. അതിനുള്ള ലോക്കായതിനപ്പനെ. വണ്ടിക്കാരൻ കാണിക്കണോക്ക് മൊണ്ണ. അതിൻ്റെ ഇടയിൽ ഇരുന്നേരം മറ്റേ ബ്രെഡിൻ്റെ ഉള്ളിൽ ജാം വെച്ച പോലെ. ഭയങ്കരാക്കള് എന്തെന്നാ പറയാല്ലേ. കാവേരി നദി വലിയ നല്ല നീളം കേട്ടത്. കാണാൻ പോയിരുന്നല്ലോ. നല്ല നീളം എന്ന് പറഞ്ഞാൽ നല്ല നീളമുണ്ട്. നീളല്ല, നീളം മാത്രല്ല വീതിയുണ്ട്. നീളേ വീതി നോക്കി. എൻ്റെ അമ്മ പണ്ടാറ് സാധനം. പവർ പ്ലാന്റാണ് അത്. ഇപ്പം എൻ്റെ ഒരു തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെയാണോ? കൽക്കരിയാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ തരിവളില്ല. ഇതേത് ഈ നദി ചെറുകിടെ ഉള്ളു പാറയാ. വീണ് കഴിഞ്ഞാൽ മറ്റേ കോരിയെടുത്താൽ മതി. ഇത് കൽക്കരിയുടെ തോന്നുന്നുണ്ട് തെർമൽ പവർ പ്ലാന്റ്. വേറെ എന്തൊരു കത്തിച്ചാലോ കറണ്ട് കിട്ടണമോ. എന്നിട്ട് ആ കത്തി മുകളിലേക്ക് നല്ല രീതിയിൽ പുക വിടുന്നുണ്ട് ഇവര്. അത് പോരാണ്ട് ഇവിടെ ഒരാൾ പോയിക്കണം. ഉള്ള പുക പോരാന്നുണ്ട്. പേരാ ഹരീഷ്. നല്ല പിള്ളേർ പാവം. ഫുള്ള് അരിച്ചരിച്ചരിച്ചരിച്ചരിച്ചരിച്ചരിച്ച് പോവുള്ളൂ. അത്ര ലോഡായിരിക്കും. ഒന്നാമത്തെ കേസ് ലോറിക്കാരൻ മൂട് പിടിക്കാനോ അവന്മാർ കൊണ്ടുപോയിട്ട് ഒടി വയ്ക്കാനോ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതെങ്ങാനും വണ്ടി അവിടെ സ്റ്റക്കായി ബ്രേക്ക് ഇട്ടാണ്ട് ബാക്കാണ്ട് ഇറങ്ങി വരും. നല്ല രസമായിരിക്കും. മെയിനായിട്ടുള്ള ചെയ്യണ ഈ ലോറിക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്ന് കാറുകാരും ഒന്ന് ബൈക്കുകാരും, ഞാനുൾപ്പെടെ. നമ്മളെങ്ങനെയില്ല അവിടെ നിന്ന് കയറി പോകണമെന്ന് മാത്രമല്ല, പക്ഷെ അവർ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ കയറ്റങ്ങളൊക്കെ കയറേണ്ടത്. നമ്മൾ കാണുമ്പോൾ സിമ്പിൾ കയറ്റം, നിസ്സാരം. പക്ഷെ ലോഡും വണ്ടി കയറി പോകാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. കാരണം അത് കുറച്ച് ദൂരത്തേക്കല്ല. വണ്ടി നോക്കിയാൽ സിമെൻറ്റ് വണ്ടി ആണെന്നുണ്ട്, ഇതൊന്ന് കയറണം കൂടിയില്ലേ. അത്രയും സ്ലോവിലാണ് കയറണ വണ്ടി. ഇപ്പോൾ പരമാവധി ആൾക്കാർ എന്താ വലിയ വണ്ടിയൊക്കെ പോയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ബ്രേക്ക് ചവിട്ടിടുക, ഗ്യാപ്പ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ തെണ്ടി തരങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. അതുപോലെ ബാക്കിൽ നിന്നൊരു കുറേ ഹോൺ അടിക്കുക. വണ്ടി അങ്ങനെ ബ്രേക്ക് ചവിട്ട് ബ്രേക്ക് കിട്ടാണ്ട് ബ്രേക്ക് ഇറങ്ങി പോയിന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇങ്ങനെ വണ്ടിയുടെ കാര്യം കട്ടപ്പുറകെ ചിന്തിക്കാനും പറ്റില്ല. കാഞ്ചാറടാ അവിടെ നിറച്ചും മാങ്ങ കൃഷിയെ, എന്തോരം മാവും തൊട്ടാ. ഇതേ ഉണ്ടോ ഈ കാണുന്നത് മാവ. അതേപോലെ അതിൻ്റെ അപ്പുറം സൈഡ് ആ കാണുന്നതൊക്കെ മാവ. അതേപോലെ ഇതാ കാണുന്നുണ്ടോ കയറ്റി നിർത്തി കാഞ്ചാറടാ. കണ്ടോ കണ്ടോ നോക്കി, ഈ ഏരിയ ഫുള്ള് മാങ്ങയാ. നിൽക്കുന്നത് മൊത്തം മാവ, അറ്റം വരെ സൈഡിൽ നിൽക്കുന്ന മൊത്തം. അതുപോലെ ഇപ്പുറ സൈഡും ഉണ്ട്. സൈഡ് ആ ഭാഗത്ത് വന്നിട്ട് കാണാൻ. അപ്പുറത്ത് അവിടുന്ന് വരുമ്പോൾ ഉണ്ട് ഞാൻ. ഈ സൈഡ് മൊത്തം മാവ. കണ്ടാ അവിടുത്തെ ചെടികൾക്കൊക്കെ എന്തൊട്ട് കൃഷിയാന്ന് അറിയില്ലേ, മൊത്തം ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുക. ആൾക്കാർ നടക്കുന്നുണ്ട് ഫുള്ള്. മറ്റേ ഈ ബൾബ് CF അല്ലേ നോക്കി മറച്ചിട്ട് വെച്ചിട്ടുണ്ട്, അറ്റം വരെ ഉണ്ട്. കണ്ടാ പാട്ടാ വെച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലല്ല, അപ്പുറ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതെ ഇവിടെ പിന്നെ അവർ പന്തലിട്ട് മൂടി. ആടാ മൂടിയില്ലല്ലേ. ഇത് എന്തൊരു സാധനം എന്നറിയില്ല. കൃഷി എല്ലാ ഭാഗത്തിട്ടുണ്ട്, ആ സൈഡിലൊക്കെ ഇട്ടുണ്ട്. ഈ നേരത്തെ എന്ത് കൃഷിയാണെന്ന് ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മറ്റേ സിനിമയിൽ മറ്റേ ശ്രീനിവാസൻ പോയ പോലെയാവും. തോക്കെടുത്തലൊക്കെ അവർ റിസ്ക് വേണ്ട. പൊന്നു മോനെ ആനയുള്ള വഴിയാന്ന് പറഞ്ഞത്. തമ്പരാനറിയാ. ഞാൻ വിചാരിച്ചുള്ളത് ഇതൊരു കാട്ടുവഴിയേ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എലിഫന്റ് ക്രോസിങ് ഏരിയ. പിന്നെ പോവാ. കൃഷിപ്പാടം നോക്കിയ ഫുള്ളിലായിട്ട് അങ്ങോട്ട് നോക്കിയിട്ടല്ല ആനയുടെ മേത്തോണ്ട് ഇടിക്കണാവോ. ഈ സാധനം ഇടുന്നത് ആനകൾ വരാണ്ടിരിക്കാനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മേ ബി കൺഫേം അല്ല, ഞാൻ എൻ്റെ ഒരു ഊഹാപോഹം പറഞ്ഞതാ. നല്ലതായി. സമയം ഏകദേശം 8 മണിയാവാറ് 7:30 ഇതെന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിലേ 9:30 1 മണിക്കൂർ, 1 മണിക്കൂറല്ല 2 മണിക്കൂർ, 2 മണിക്കൂർ എടുക്കും എത്താനായിട്ട്.
കോട്ടം ഓ ചെണ്ടുമല്ലി കൃഷിയുടെ അതിൻ്റെ ഉള്ളിൽ ഇരുട്ടായി കാരണം കാണാത്തത് ഷേ പകല് നാളെ രാവിലെ നേരത്തെ ഇറങ്ങാം നമുക്ക് ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങാം എന്നാലേ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും വണ്ടി ഒതുക്കാൻ പറ്റുള്ളൂ ഇനി ഇവിടെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ നൈറ്റ് ട്രാവലിങ് പരമാവധി ഒഴിവാക്കും കാരണം രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് വൈകിട്ട് വണ്ടി ഒതുക്കാവുന്ന രീതിയിൽ നോക്കാൻ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം സേഫ്റ്റി നോക്കിയിട്ട് രണ്ടാമത്തെ കാര്യം റെസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യാം പിന്നെ രാവിലെ നേരത്തെ ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെയാണ് അതൊന്ന് പിന്നെ സേഫ്റ്റി ഞാൻ പറഞ്ഞല്ലോ പിന്നെ നേരത്തെ കൂട്ടിയിട്ട് റൂം എടുത്ത് സെറ്റായി കഴിഞ്ഞാൽ കുറച്ചധികം നേരം റെസ്റ്റ് എടുക്കാം ആണോ അത് നോക്കിയ ഫുള്ള് ലൈറ്റ് എന്താ കളറായിട്ടുണ്ട് ലൈറ്റ് കൃഷിയാണോ എന്തൊരു കൃഷിയാണെന്ന് മനസ്സിലാവണില്ല ഇത് ചെടിയാണ് പക്ഷെ എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിലാവണില്ലേ ഒരു ജാതി കാട്ടുവഴി കർണാടക വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നും നൈറ്റ് കിട്ടുന്നത് ഈ കാട്ടുവഴികൾ മാത്രമാണ് അടുത്തൊന്ന് ഞാൻ വരാണെങ്കിൽ സ്ഥലത്തൊന്ന് വീടുകൾ തന്നെ ഉണ്ടായിരുന്നില്ലേ ഇനിയിപ്പോൾ കണ്ടോടാ കുറച്ചുകൂടി കഴിഞ്ഞാൽ വീണ്ടും വീടുകളില്ലാണ്ടാവും ആൾക്കാർ സംഭവം മനസ്സിലാവുന്നുണ്ട് ബാംഗ്ലൂർ ടൗൺ ഒഴിവാക്കിയിട്ട് ഞാൻ പോവാളൊരു കാര്യം ചെയ്തത് ടൗൺ കയറാണ്ട് പോകാൻ കിട്ടിയാണ് ടൗണിലൂടെ പോയത് 4 മനുഷ്യന്മാരെങ്കിലും കാണാമായിരുന്നു മനുഷ്യനില്ലേ വാങ്ങാണ്ടില്ലേ ഇവര് കുളത്തില് അതുപോലെ പറമ്പിലൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുക മനുഷ്യ അവിടെ എത്തുമ്പോഴേക്കും ടെൻഷൻ അടിച്ച് ചാവാറാവും നേരായാലും കുഴപ്പമില്ല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട് മൂഞ്ചേനെ ഇതൊക്കെ ചാതി കുഗ്രാമങ്ങളാ റൈറ്റിലേക്ക് നമ്മളെ വഴി കാണിക്കുന്നു കടച്ചവന് ഏതൊരു ഹൈവേ മോനെ മസ്തിമേൽ ഒരു 11 കിലോമീറ്റർ മാപ്പിൽ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു 10 വീട് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കാടാ കാണിക്കണത് ദൈവത്തിനറിയാം എന്തൊരു അവസ്ഥ എന്നുള്ളത് ഈ ഏരിയയിൽ മാത്രം വീട് കാണിക്കണുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഫുള്ള് കാട്ടുവഴി മീൻസ് ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള വഴിയാണ് പക്ഷെ വീടുകളിൽ അതാ 2 സൈഡും കാട് വണ്ടികൾ വരുന്നുണ്ട് ഓട്ടോറിക്ഷ ഞാൻ ബൈക്കാന്ന് വിചാരിച്ച് അവന്തിനെ സ്ലോ ആക്കി ഇവിടെ കൃഷി സ്ഥല ഏയ് ഇത് KL വണ്ടിയാണല്ലോ KL 04 എന്നല്ല W നോക്കുന്നുണ്ട് 60 മാലൂര് കർണാടകക്കാര് ഇനി മേടിച്ചതാവും ഇനി ഇതിൻ്റെ അപ്പുറത്താണ് എയർപോർട്ടുള്ളത് അത് ഏതാ എയർപോർട്ടെന്ന് മനസ്സിലാവണില്ലേ ಏದ ಏರ್ಪೋರ್ಟ್ हिंदी 6 किलोमीटर एयरपोर्ट नेम पेरू
അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ചേച്ചി പറഞ്ഞത്. ഒരു ജാതി വഴിയെ വെറുതെ ഇങ്ങനെ വട്ടം കളിക്കാൻ പോലെ ജാതി സെറ്റപ്പായിട്ടുള്ള റോഡ് പണിതിട്ടുള്ള നോക്ക്. എന്ത് റോഡ് കണ്ടാ. ഇതിനെ കുറെ അതിനെ വരണ വണ്ടികൾ ഇതിനെ കയറിയിട്ട് മുകളിൽ കൂടെ അങ്ങനെ പോവാം. പിന്നെ അപ്പുറത്തോടേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ ഇതേപോലെ തന്നെ ഒരു റൗണ്ട് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാടാ. ജാതി സെറ്റപ്പ്. ഞാൻ ആദ്യം വിചാരിച്ചു വേറെ വല്ല മറ്റേ സ്ഥലം വിൽക്കാൻ വേണ്ടി ലൈറ്റ് ഇട്ട് വയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് വിചാരിച്ച്. പക്ഷെ അതല്ലേ, നമ്മൾ നേരെ പോവല്ലേ. ഇനി ഈ വരണ വണ്ടികൾക്ക് നമ്മളിപ്പോൾ തിരിഞ്ഞു വന്നില്ലേ, ഇതേ സെയിം സാധനം അപ്പത്തോടെ ഇങ്ങോട്ടുണ്ട്. അങ്ങോട്ട് വേറെ വഴി. ആദ്യ സെറ്റപ്പ് ഇവിടെ നോക്കിയാൽ കാണാണോ. ഞാൻ അവിടുന്ന് വന്നത് അറ്റത്തുനിന്ന് കണ്ട. ഇത് തന്നെ വേറെ റൗണ്ട്. ഇത് അവിടുന്ന് ഈ റൗണ്ട് വരണ കണ്ട. ഇത് നേരെ വന്ന് അങ്ങോട്ട്. ഇത് അവിടുന്ന് നേരെ വണ്ടികൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ റൗണ്ട് ഇതേ, അതിൻ്റെ റൗണ്ടാണ് ഇത്. അവിടുന്ന് കാറ് കയറി ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരും. ഒരു ചാർജ് സെറ്റ് റോഡ്. പക്ഷെ എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തേക്ക് പോകണമെന്നുള്ള മാപ്പ് ഇട്ട് വയ്ക്കണം, അല്ലെങ്കിൽ മണ്ടനാവും. ഏതൊക്കെ ഭാഗത്തുനിന്ന് വന്ന് വണ്ടി ഇടിക്കാന്ന് അറിയില്ലേ, അത് വേറൊരു വിഷയം. ഒരു മിനിറ്റ് അക്ക വരുന്നോ. ആ നമ്മുടെ നാട്ടിൽ വെക്കണ ഹാൻഡ്സ് ആണ് ഇത്. ഇവിടെ മാലയായിട്ട് ഇട്ട് വെച്ചിരിക്കുക. മധു വിമല് ഹാൻഡ്സൊക്കെ ഇട്ട് ഏതം മുടും. രാജശ്രീ എല്ലാം എന്ത് വേണമെന്നുണ്ടെങ്കിൽ വിഷയല്ല. അപ്പൊ ഓക്കേക്കാ ഇവിടെ നോക്കിയേ, ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഹാൻഡ്സിന് ഹാൻഡ്സ് എന്തൊക്കെ വേണം എൻ്റെ മോനെ.